ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ദൈവം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദൈവത്തിന്റെ വിശുദ്ധിയുടെ ദർശനം ഉണ്ടാകുമ്പോൾ എൻ്റെ അശുദ്ധിയുടെ ദർശനം എനിക്കുണ്ടാകണം. അങ്ങനെ അശുദ്ധിയുടെ ദർശനം ഉണ്ടായി ദൈവത്തിന്റെ സന്നിധിയിൽ അനുതപിച്ച് കരയുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയല്ല, പ്രത്യുത അടുത്ത സ്റ്റെപ്പ് വരുന്നതെന്നറിയാമോ? ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. സറാഫുകളിൽ ഒരുത്തൻ, അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, കൊടിൽ കൊണ്ട് ഒരു തീ എടുത്ത് കയ്യിൽ തീക്കനൽ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു, അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, അതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ കുഴപ്പമില്ലെന്ന് പറയുന്നതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ കൃപ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. ഇന്നും ശുദ്ധീകരണം ആവശ്യമുണ്ട്. യെശയ്യാവിനെ പോലൊരു പ്രവാചകന് ശുദ്ധീകരണം ആവശ്യമുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും എത്രയധികം നമ്മുടെ ജീവിതത്തിലെ അശുദ്ധി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മുടെ അധരങ്ങളായിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മുടെ കണ്ണുകളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൈകളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ചെവിയായിരിക്കും. ശുദ്ധിയില്ലാത്ത പല കാര്യങ്ങൾ കാണുന്ന കണ്ണുകൾ, ശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്ന കാതുകൾ, ശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ഉച്ചരിക്കുന്ന വായ്, ശുദ്ധിയില്ലാത്ത സ്ഥലത്തേക്ക് നടക്കുന്ന കാലുകൾ. നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് പറ, കർത്താവേ, നിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, എൻ്റെ കണ്ണുകൾ പലപ്പോഴും അശുദ്ധമാണ്. എന്താ സംഭവിക്കുന്നത്? തീ കൊണ്ടുള്ള ശുദ്ധീകരണം നടക്കും. ഹല്ലേലൂയ, ശുദ്ധീകരണം നടക്കും. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നതാണ്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായർ 12:14. നോക്ക്, ഇത് യെശയ്യാവിന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും വേണമെന്നാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് എബ്രായ ലേഖനകാരൻ പറയുന്ന കാര്യമാണ്. അവിടെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്നറിയാമോ? ഇന്നത്തെ നമ്മുടെ പ്രശ്നം ഇംബാലൻസ്മെന്റ് ഓഫ് ടീച്ചിങ് ഉണ്ട്. പാപമോചനത്തിന്റെ പെരിഫറൽ ആസ്പെക്റ്റ് മാത്രം നമ്മൾ എംഫസൈസ് ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാം പറയുന്നതിനെന്നറിയാമോ? അല്ലെങ്കിൽ ഇപ്പം ഒരു സുവിശേഷ പ്രസംഗം പോലും എന്താണ്, നിന്റെ പാപം നീ ഏറ്റു പറയുന്നുവെങ്കിൽ, അതുപോലും ഇപ്പം പറയുന്നൊന്നുമില്ല. ഞാൻ പറയാമായിരുന്നു, പണ്ടൊക്കെ രക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ വലിയ പാടായിരുന്നു. എഴുന്നേറ്റ് നിൽക്കണം, മുന്നേ ചെല്ലണം, പാപം ഏറ്റു പറയണം. അന്നേരം ആരെങ്കിലും നമ്മളെ പിടിച്ചുകൊണ്ട് പോയി കൗൺസിൽ ചെയ്ത് നമ്മൾ പിന്നീട് അവിടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു പാപിയായിരുന്നു, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റു പറയണം. എന്തൊരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വന്ന് കുറച്ചുകൂടെ ഈസിയായി. എങ്ങനെയെന്നറിയാമോ? ഇങ്ങനെ ആൾക്കാർ വന്ന് ഇത്രയൊക്കെ മെനക്കെടത്തില്ലെന്ന് മനസ്സിലായപ്പം പ്രസംഗിക്കുന്നവൻ പറഞ്ഞു, യേശുവിനെ സ്വീകരിക്കുന്നവർ അതാത് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരുടെ കരങ്ങളെ ഉയർത്തിയാൽ വളരെ ഈസിയായി, കൈയൊന്ന് പൊക്കിയാൽ മതിയല്ലോ. പിന്നെ അതുമില്ല. ഇപ്പം വന്ന് ടിക്ക് ഇട്ടാൽ മതി. എല്ലാവർക്കും ഓരോ കടലാസ് കൊടുക്കും, ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു, ടിക്ക്, ഓക്കെ, അവൻ രക്ഷിക്കപ്പെട്ടു. അപ്പം അങ്ങനെ ടിക്കിട്ട് രക്ഷിക്കപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ പ്രശ്നം എന്നറിയാമോ? വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് സാങ്ക്ടിഫിക്കേഷൻ. ശുദ്ധീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല എന്നുള്ളതാണ്. പാപമോചനമുണ്ട്, ശുദ്ധീകരണവുമുണ്ട്. ഞാൻ ഈ ധൂർത്തുപുത്രന്റെ ഉപമ പലയിടത്തും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ധൂർത്തുപുത്രൻ മടങ്ങി വന്നു, ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അവൻ അപ്പൻ്റെ അടുക്കൽ വന്നു. അവൻ മാനസാന്തരപ്പെട്ടിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ അവന് രൂപാന്തരം ഉണ്ടായിട്ടാ വരുന്നത്. അവൻ പന്നിക്കുട്ടി കിടന്നോണ്ട് തന്നെ പറഞ്ഞു, ഞാനിവിടെ കിടക്കേണ്ടിയവനല്ല, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അനേകരെ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, എൻ്റെ ഗതി ഇങ്ങനെയാണല്ലോ, ഞാനിവിടെ കിടക്കുന്നില്ല, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും, അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവൻ പിന്നെ അവിടെ കിടക്കുകയല്ല. ഇന്നത്തെ പ്രശ്നം എന്നറിയാമോ? ഇങ്ങനൊന്ന് പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഞാനിപ്പോൾ പന്നിക്കൂട്ടിലാ, ഓക്കെ, എന്നാൽ പിന്നെ ഇവിടെ കിടന്നേക്കാം. രക്ഷിക്കപ്പെട്ടേച്ച് പിന്നെ പന്നിക്കൂട്ടി കിടക്കുന്ന ഒത്തിരി എണ്ണം ഉണ്ട്. എന്നാൽ അവൻ പറയുന്നു, ഞാൻ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. പറഞ്ഞത് മാത്രമല്ല, അവൻ എഴുന്നേറ്റു.
അപ്പൻ്റെ അടുത്തേക്ക് പോയി. അവൻ നടന്നു ചെല്ലുമ്പോൾ അപ്പൻ ഓടി വന്നു. നീ സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ തയ്യാറാണെങ്കിൽ നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഓടി വന്ന് അപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. മകൻ അപ്പനെ കെട്ടിപ്പിടിക്കുന്നതല്ല, അപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഞാനൊരു പാപിയാ, നിന്റെ മകനെന്ന് വിളിക്കപ്പെടും. അവൻ പറഞ്ഞു, അവൻ പാപം ഏറ്റു പറഞ്ഞു, പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഉടനെ അപ്പനെന്നാ പറഞ്ഞു? അപ്പൻ പറഞ്ഞു, മോനെ, നീ എനിക്ക് നഷ്ടപ്പെട്ടവനായിരുന്നു, മരിച്ചവനായിരുന്നു, ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാ. ഒരു കാര്യം ചെയ്യാം, എന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോവാം, കേറ് എന്നാണോ പറയുന്നത്? അല്ല. ഉടനെ തന്നെ കൂലിക്കാരെ വിളിച്ചു. എന്തിനാണെന്നറിയാമോ? പന്നിക്കുട്ടി കിടക്കുന്ന ഉടുപ്പൊക്കെ മാറ്റവൻ്റെ, അവനെ കുളിപ്പിക്ക്, അവനെ ശുദ്ധീകരിക്ക്, ഒരു പുതിയ ഉടുപ്പ് കൊടുക്ക്, അവൻ്റെ കൈക്ക് മോതിരമിടുവിക്ക്, പുതിയ ചെരുപ്പിടിവിക്ക്, അവനെ രൂപാന്തരപ്പെടുത്തി ശുദ്ധീകരിച്ച് ആ വീട്ടിലേക്ക് കയറ്റുന്നത്. സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ്. പാപം ഏറ്റുപറഞ്ഞപ്പോൾ തന്നെ മകനായി സ്വീകരിച്ചു. പക്ഷെ അപ്പന്റെ ഭവനത്തിൽ പിന്നീട് താമസിക്കണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ശുദ്ധീകരണത്തെക്കുറിച്ച് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ദൈവ വചനം അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ പാപം ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ. പാപം ഏറ്റു പറയണം, പക്ഷേ പാപം ഏറ്റു പറയുന്നതോടൊപ്പം ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഇന്നലെ വരെ ജീവിച്ച ജീവിതം നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പന്നിക്കൂട്ടിൽ കിടന്ന ഉടുപ്പ് വിട്ടുകൊണ്ട് വീണ്ടും അപ്പൻ്റെ വീട്ടിൽ കയറിപ്പോകാൻ നിനക്ക് കഴിയില്ല. പന്നിക്കൂട്ടിലെ മുഴുവനും നീ കളയണം. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുഴുവൻ മാലിന്യങ്ങളെയും മാറ്റിക്കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്ന അവസ്ഥ ഉണ്ടായെങ്കിലേ നിനക്ക് അപ്പൻ്റെ ഭവനത്തിൽ കഴിയാൻ പറ്റൂ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിലുടനീളം പറയുന്നതായ ഓരോ കാര്യത്തിലും ഈ ശുദ്ധീകരണത്തിൻ്റെ എംഫസിസ് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മളതിൻ്റെ 7 മുതലുള്ള 7-ാം വാക്യത്തിൽ അത് വായിക്കുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ പറയുകയാണ്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ. നമ്മൾ ഇരുട്ടിലായിരുന്നു, ഇരുട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇരുളിന്റെ പ്രവൃത്തികളിൽ നടക്കുകയല്ല. ശുദ്ധീകരണം ആവശ്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ വെളിച്ചത്തിലേക്ക് നീ പ്രവേശിക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം പോക്കുക മാത്രമല്ല, അവന്റെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ പാപമോചനമുണ്ട്, ശുദ്ധീകരണവുമുണ്ട്. ഇത് രണ്ടുമുണ്ട്. നമ്മൾ പാപമോചനത്തിന്റെ കാര്യമൊക്കെ പെട്ടെന്ന് പറയും, അത് ഈസിയാണല്ലോ, നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് മോചിക്കും. ശരിയാ. പക്ഷെ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ടാ വീട്ടിൽ കയറുന്നത്. 9-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പാപത്തെ ക്ഷമിക്കുക, അവൻ ക്ഷമിച്ച്. അടുത്തത്, അനീതി പോക്കി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് അവൻ്റെ പാപത്തെ ക്ഷമിക്കുന്നു. പക്ഷെ പാപക്ഷമ കൊണ്ട് മാത്രം കാര്യമായില്ല, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ പാപങ്ങളെ ക്ഷമിക്കുന്നു, അനീതിയെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ പാപം എന്നുള്ള വാക്ക്, ഹമർഷ്യ എന്ന് പറയുന്ന വാക്ക്, നമ്മൾ ചെയ്ത പാപപ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെ നമ്മൾ ചെയ്ത സകല പാപപ്രവൃത്തിയെയും ദൈവം ക്ഷമിക്കുന്നു. ഗോഡ് ഫോർഗീവ്സ് അവർ സിൻ. നമ്മൾ ചെയ്ത പാപപ്രവൃത്തികൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപത്തെ ക്ഷമിക്കും. പക്ഷേ ക്ഷമിക്കുക മാത്രമല്ല, അനീതി, അൺറൈച്ചിയസ്നെസ്, അടിഖിയ എന്ന് പറയുന്ന വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് മോറൽ റോങ്ഫുൾനെസ് എന്നുള്ളതാണ്. ഓഫ് ക്യാരക്ടർ, ലൈഫ് ആൻഡ് ആക്ട്. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തികളിലും ഉള്ള പാപത്തോടുള്ള ആഭിമുഖ്യത്തെ,
അത് അനീതി എന്ന് പറയുന്നത്, മോറൽ റോങ്ഫുൾനെസ്. കാരണം ചെയ്ത കഴിഞ്ഞകാല പാപങ്ങളെ ക്ഷമിക്കുന്നു എന്ന് പറയുന്ന ആദ്യത്തെ കാര്യമാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ എല്ലാം ക്ഷമിക്കുന്നു. പക്ഷെ പിന്നെയും പാപത്തോടുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നമ്മളെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നുവെങ്കിൽ അടുത്തതെന്താണെന്നറിയാമോ? കർത്താവ് അതിനെയെല്ലാം ശുദ്ധീകരിക്കുന്നു. പാപങ്ങളെ പാപക്ഷമ മാത്രമല്ല, ശുദ്ധീകരണം നമുക്ക് അത്യാവശ്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പാപം ക്ഷമിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാ. അതിനോട് ചേർന്ന് തന്നെ, അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞിട്ടല്ല, അതിനോട് ചേർന്ന് തന്നെ പാപത്തോടുള്ള മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ആ പാപപ്രവൃത്തി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനീതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചെയ്ത പാപങ്ങളുടെ പ്രവൃത്തിയാണ് ഹമർഷ്യ എന്ന് പറയുന്നത്. അടുത്തത് ചെയ്ത പാപപ്രവൃത്തി നമ്മളോട് ക്ഷമിക്കുക മാത്രമല്ല, പാപത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തെയും ആഗ്രഹങ്ങളെയും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പാപചിന്തകളെയും അനീതിയോടുള്ള ആഗ്രഹത്തെയും എല്ലാം മാറ്റി ശുദ്ധീകരിക്കുന്ന രണ്ട് വാക്കും അവിടെ നടക്കുന്നുണ്ട്. പാപം ക്ഷമിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് അത് പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി. പാപങ്ങളെ ക്ഷമിക്കും, അനീതിയെ പോക്കും. മലയാളത്തിൽ ഈ രണ്ട് വാക്ക് ഏകദേശം ഒരുപോലൊക്കെ തോന്നും, പക്ഷേ ഈ രണ്ട് വാക്കും ഡിഫറൻ്റ് ആണ്. ചെയ്തു പോയ പ്രവൃത്തികളെ അവൻ ക്ഷമിക്കും, പാപപ്രവൃത്തികളെ ക്ഷമിക്കും. പക്ഷേ പാപത്തോടുള്ള ആഭിമുഖ്യത്തെയും പാപത്തിലെ നമ്മുടെ ആ അഫിനിറ്റി, അതിനോടുള്ള സ്നേഹത്തെയും ഒക്കെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ഇനി പഴയതിലേക്ക് നമ്മൾ ഒരിക്കലും കടന്നു പോകയില്ല. അതിനുള്ള ശക്തി നമുക്ക് കർത്താവ് തരും. പക്ഷേ പാപക്ഷമയെക്കുറിച്ച് മാത്രമേ ഇന്ന് പലപ്പോഴും ആളുകൾ പഠിപ്പിക്കുന്നുള്ളൂ. പാപത്തിന്റെ ശുദ്ധീകരണവും അതിനോട് ചേർന്ന് പഠിപ്പിക്കേണ്ട കാര്യമാണ്. അവന്റെ വിശുദ്ധി കണ്ടവൻ പിന്നെ അവനെ പോലെ ജീവിക്കാനാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നത് എന്താണ്? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. സൂസി വിശുദ്ധയായിരിക്കുന്നത് പോലെ എന്നല്ല പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ. അതായത് ദൈവത്തിന്റെ വിശുദ്ധിയാണ് എൻ്റെ മാനദണ്ഡം, എൻ്റെ അയൽക്കാരൻ്റെ വിശുദ്ധിയല്ല, എൻ്റെ ബൈബിൾ ടീച്ചറിന്റെ വിശുദ്ധിയുമല്ല. നിങ്ങളുടെ മാനദണ്ഡം സാജുവിന്റെ വിശുദ്ധിയോ പാസ്റ്റർ മാത്യുവിന്റെ വിശുദ്ധിയോ ഒന്നുമല്ല. നിങ്ങളുടെ മാനദണ്ഡം തീർച്ചയായും ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ ശുദ്ധീകരണം ആവശ്യമുണ്ട്. യെശയ്യാവ് അവന്റെ വിശുദ്ധി കണ്ടു. ആ വിശുദ്ധിയുടെ ദർശനത്തിൽ അവൻ പരിഭ്രാന്തനായി. അവൻ അനുതപിച്ചു, അവൻ ഏറ്റുപറഞ്ഞു, പാപം ഏറ്റുപറഞ്ഞു. കർത്താവ് പറഞ്ഞു, പാപം ഏറ്റുപറഞ്ഞു, ഞാൻ പാപം ക്ഷമിക്കാം, പക്ഷേ നിനക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. നിന്റെ വായി ഇപ്പോഴും നീ ചെയ്തു പോയ, നിന്റെ വായി കൊണ്ട് നീ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിക്കാം, പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിനക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. സറാഫുകളിൽ ഒരുത്തൻ വന്ന് കൊടിൽ കൊണ്ട് നാവിനെ തൊട്ടു, ശുദ്ധീകരിച്ചു. അതോടൊരുമിച്ച് ആ ക്ഷമയും കഴിയുന്നത്. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നത്. അപ്പോൾ പാപക്ഷമയും ശുദ്ധീകരണവും ഒരുമിച്ച് പോകണം. ആ ഒരു ദിവ്യസ്പർശനം, പാപക്ഷമ, ശുദ്ധീകരണം, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. നമ്മുടെ റോൾ മോഡൽ ദൈവം തന്നെയാണ് എന്നുള്ളത് നമ്മൾ 1 പത്രോസില് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് നമ്മൾ മുമ്പേ വായിച്ചതാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ, ബി ഹോളി ആസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ശരിക്കും പറയുന്നത്. യു ഷാൽ ബി ഹോളി ഫോർ ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനാകണം. ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. വി ഹാവ് എ ഹോളി ഗാഡ്. അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധ ജനമാകുന്നത്. പാപക്ഷമ പ്രാപിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ വിശുദ്ധരാകുന്നത്, പാപക്ഷമയും ശുദ്ധീകരണവും പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ജനമാകുന്നത്. സോ വി ഹാവ് എ ഹോളി ഗാഡ് ആൻഡ് ദർ ഇസ് എ ഹോളി പീപ്പിൾ. അതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധന്മാരെന്നൊക്കെ വേദോസം വിളിക്കുന്നത്, ഇല്ലേ? പക്ഷേ അവിടെ ഇത് രണ്ടും നടക്കണം. അതുകൊണ്ട് ഈ കാലയളവിൽ പാപക്ഷമയെക്കുറിച്ച് മാത്രമല്ല, പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണത്തെക്കുറിച്ച് കൃത്യമായ ടീച്ചിങ് നമുക്കുണ്ടാകണം. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ നിങ്ങളൊരു പക്ഷേ പാപക്ഷമ പ്രാപിച്ചവരാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ നിങ്ങളുടെ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ശക്തനാണ് കർത്താവ്.
ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ, ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ദൈവം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അനുദീനം രക്ഷകൻ പക്ഷത്തോന്നി ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ദൈവം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കർത്തൻ വരവിൽ നിന്നങ്കി ശുദ്ധമോ, ഏറ്റവും വെണ്മയായി കാണുമോ, സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ദൈവം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പാപക്കറയേറ്റയങ്കി നീ നീക്കി, കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്ക, ജീവനീരൊഴുകുന്നു അശുദ്ധർക്കായി, കുളിച്ചു ശുദ്ധിയായിടുക. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ദൈവം പോൽ നിഷ്കളങ്കമോ